ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് റിവ്യൂവിന് എടുത്തേക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ KTMൻ്റെ RC200 ആണ്. അപ്പം അത് BS4 വണ്ടിയാണ് എൻ്റെ ഇരിക്കുന്നത്. ഇനി അത് BS6 വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച RC200. അപ്പം നമ്മുടെ ഒരു 7 കൊല്ലമായിട്ട് RC200 നമ്മുടെ ഈ നിരത്തുകളിൽ വിലസി നടക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ ഇടയ്ക്ക് ഒരു പെവർ കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മുടെ RC200 എന്ന് പറയുന്നത്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും തുടങ്ങുന്ന പോലെ തന്നെ നമ്മുടെ ലുക്കിൽ തന്നെ അങ്ങ് തുടങ്ങുവാണ്. അപ്പം വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലുക്കിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, BS6 ആയിട്ട് മാറ്റം നമുക്ക് പറയാം. അപ്പം വണ്ടിയുടെ മൊത്തം ഒരു വ്യൂ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനൊരു മനോഹരമായ ലുക്കിൽ തന്നെയാണ് നമുക്ക് KTM RC ഇറക്കി തന്നിരിക്കുന്നത്. അപ്പോൾ പവറിലാണെങ്കിലും ഒരു ശകലം പോലും ലാഗ് തരാത്ത ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് RCയിലൂടെ KTM നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു വിങ്ഷീൽഡ്, അടിപൊളി വിങ്ഷീൽഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വൈറ്റ് വിങ്ഷീൽഡാണ് വരുന്നത്. അത് പ്ലെയിൻ ആയിട്ടുള്ള. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അവനകത്ത് ഒരു ബ്ലാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ല ലുക്ക് വരാനുള്ള കാര്യമാണ്. അപ്പോൾ നല്ലൊരു വിങ്ഷീൽഡ് നമുക്ക് കിട്ടുന്നു. പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തോട്ട് വരുവാണെങ്കിൽ പ്രൊജക്ടർ ലൈറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊജക്റ്റ് എല്ലാം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഒരു പാർക്കിംഗ് ലൈറ്റ്, DRLs ഒരു പാർക്കിംഗ് ലൈറ്റ്, നല്ല അടിപൊളി ലുക്കായിട്ട് നല്ല പാർക്കിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എൻജിൻ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് RC200 നമുക്ക് KTM പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എൻജിൻ ഭാഗമൊക്കെ നമുക്ക് പറയേണ്ട കാര്യം തന്നെയില്ല, കാരണം നല്ലൊരു പെർഫോമൻസും പവറും തരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ RC200. അപ്പോൾ ഇനി ടാങ്ക് സൈഡിൽ വരുവാണെങ്കിൽ 9.5 ലിറ്റർ ടാങ്കാണ് വരുന്നത്. പക്ഷേ 9.5 ലിറ്റർ റിവ്യൂ ആയിട്ടോ, റിവ്യൂ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഓ അല്ലല്ല. അപ്പോൾ നമ്മൾ ടാങ്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ എന്താ പറയുക, ടാങ്ക് നമുക്ക് 9.5 ലിറ്റർ, ഒരു 10 ലിറ്റർ ടാങ്ക് തന്നെയാണ് നമുക്ക് RC200 കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫുൾ ടാങ്ക് കൊണ്ട് നമുക്കൊരു 350 കിലോമീറ്ററോളം ഫ്യൂൾ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ് വണ്ടിയുടെ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സീറ്റ് മാത്രമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ റൈഡർക്ക് അത്യാവശ്യം നല്ല കംഫോർട്ട് വരുന്ന രീതിയിലുള്ള അടിപൊളി ഒരു സീറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ശകലം ഹാർഡാണോ എന്നൊരു സംശയം, ഇച്ചിരി ഹാർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ല സോഫ്റ്റ്, അതായത് നെങ്ങ് കൊള്ളുന്നുണ്ടെങ്കിൽ പോലും ഇച്ചിരി ഹാർഡായിട്ടുള്ള സീറ്റും കാര്യങ്ങളാണ്. അപ്പോൾ പില്ലിൻ്റെ സീറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ RCയിൽ പില്ലിന് സീറ്റ്, കാരണം ഇത് ട്രാക്ക് വണ്ടിയാണ്. അപ്പോൾ അതിന് പില്ലിൻ്റെ കാര്യം കൊടുക്കുന്നില്ല. അപ്പോൾ പില്ലിന് സീറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഒരു വലിയ മെച്ചമുള്ള സീറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗ്രാബറയിലാണെങ്കിലും അങ്ങനെ പില്ലിന് പിടിച്ചിരിക്കാൻ ഗ്രാബറയിലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് ഈ താഴെ മാത്രം ഒരു ചെറിയ ഒരു പിടുത്തത്തിന് വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പില്ലിനെ നമുക്ക് ഒഴിവാക്കി കളയാം, കാരണം ഇതൊരു ട്രാക്ക് വണ്ടിയാണ്. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ വന്നിരിക്കുന്നത് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് WP-യുടെ. അപ്പോൾ ബാക്കിലത്തെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ WP-യുടെ തന്നെ മോണോ ഷോക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ലൈറ്റിൻ്റെ കാര്യം ഫ്രണ്ടിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ടെയിൽ ലൈറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ടെയിലിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ടെയിൽ നമ്മുടെ ഈ പൾസറിൻ്റെയൊക്കെ മോഡൽ വന്നിരിക്കുകയാണ്. ടെയിലും കാര്യങ്ങളൊക്കെ ഒരു 2 ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ 2 ലെയറായിട്ടാണ് നമുക്ക് ടെയിലും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിൻ്റെ പുറയിലൊരു മൽഗാർഡ് അങ്ങനെ ഒരു സാധനമുണ്ട്. അതെൻ്റെ വണ്ടിയുടെ ലുക്ക് ഒരു എന്താ പറയുക, ഒരു ലുക്കൊന്ന് മാറ്റാൻ വേണ്ടി അവൻ ആ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു. സാരമില്ല, എന്നാലും വണ്ടിക്ക് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ ആണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഇവിടെ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്, നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ആടാ, യൂട്യൂബ് ചാനലുണ്ടോ? നല്ല ക്യാമറയാടാ. ആ
ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ടിൽ 300 mm ഡിസ്കും ബാക്കിൽ 230 mm ഡിസ്ക്കുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ABS ചാനൽ, പുറയിലെ ABSൻ്റെ ഒരു സെൻസറുണ്ട്. രണ്ട് സൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇങ്ങോട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഡിസ്ക് കാര്യങ്ങൾ. ഇവിടെയാണ് ABS, ഫ്രണ്ടിൽ ABSും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ BS6 വരുന്നതിന് ഡ്യുവൽ ചാനൽ ABS, പിന്നെ ABS ഓഫ് ആക്കാനും വേണ്ടി ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് BS6ലെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ പുറയിലെ ഡിസ്ക് ബ്രേക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് പുറകെ ഡിസ്ക് ബ്രേക്ക്. ഇതൊരു സെൻസറാണ് കേട്ടോ, അല്ലാതെ ABS ഒന്നുമില്ല, വെറും സെൻസർ മാത്രമാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഇത്ര ഒരു സാധനമുള്ളൂ, കറ അങ്ങനെ ഒരു ഒച്ചയാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. പിന്നെ അത് പറയാൻ പറ്റും, നമ്മുടെ BS6 വരുമ്പോഴത്തേനും ഗൈസ് നമ്മളെ ഈ നല്ല ഒച്ചയുണ്ടല്ലോ അതങ്ങ് പോയി. എനിക്ക് ഭയങ്കര വിഷമമായി പോയ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒച്ച അങ്ങ് കളഞ്ഞ് KTM എടുത്ത്. നഷ്ടം അല്ലേ. അപ്പം ഈ ഒരു അണ്ടർബെല്ലി എക്സോസിൻ്റെ അവിടെ തന്നെ ഈ എക്സോസ് നമ്മുടെ BS6ലും സെയിം സാധനമാണ് കേട്ടോ, ഇതുപോലെ തന്നെയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ്. പിന്നെ ഒരു മാറ്റം കൊണ്ടുവന്നത് ഇതിൽ അപ്പുറത്ത് വരാം ഗൈസ്, അതിവിടെ നിന്ന് കാണത്തില്ല. നമ്മുടെ BS6ലോട്ട് വരുമ്പോൾ കണ്ടോ എക്സോസ്റ്റ് വന്നിരിക്കുന്നുണ്ടോ ഇതിലേ. അപ്പോൾ നമ്മുടെ കാലിലോട്ടൊക്കെ ഹീറ്റ് അടിക്കാൻ വരും, അതായത് നല്ലപോലെ ഹീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിലോട്ട് ഇവിടെ ചൂടായി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ BS6ലോട്ട് വരുമ്പോഴത്തേന് ഈ കാണുന്ന സാധനം അടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേന് ഹീറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു. നിങ്ങൾ ചോദിക്കും അപ്പോൾ ഗ്രൗണ്ട് തട്ടും. ഒരിക്കലും ഇല്ല ഗൈസ്, നമ്മൾക്ക് ആ കിട്ടുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലാതെ ഇപ്പോൾ കിട്ടുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വണ്ടിയിൽ അങ്ങനെ എക്സോസ്റ്റ് വന്നാലും കിട്ടും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഞാൻ വണ്ടിയെ കയറി ഇരുന്നുകൊണ്ടൊരു വ്യൂ എന്ന് പറഞ്ഞാലോ. അപ്പം നമ്മുടെ കയറി എന്നുള്ള ഒരു വ്യൂ, അല്ലെങ്കിൽ എന്താ പറയുക, കയറി ഇരുന്നുകൊണ്ടുള്ള ഒരു പൊസിഷൻ ഇത് ഇങ്ങനെയാണ്. കുറച്ചല്ല, നല്ല അത്യാവശ്യം താഴ്ന്നു ഇരിക്കേണ്ട ഒരു ഹാൻഡിലിംഗ് ആയിരിക്കണം, ക്ലിപ്പും ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോങ് റൈഡിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താന്നിരിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ തോന്നും. അത് ഫ്രണ്ടിൽ ഇച്ചിരി പിടുത്തം തോന്നുന്നത്, അതാണ് എനിക്ക് സസ്പെൻഷൻ്റെ കാര്യത്തിൽ പിടുത്തം പോലെയൊക്കെ തോന്നുന്നത്. നമുക്ക് ഓടിക്കും പറയാനില്ല ഡീറ്റെയിൽ ആയിട്ട്. സ്റ്റാൻഡിപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഇട്ടാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകത്തേ ഇല്ല. കാരണം സ്റ്റാൻഡ് ഒരു സെൻസർ, അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ സ്റ്റാൻഡ് വെച്ച് വീഴാൻ നിൽക്കുന്നത്, അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡ് അത് ഒരു ഗുണം മിക്ക വണ്ടിയിൽ, ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയിലെല്ലാം ഉണ്ട്. ബാക്കിൽ നല്ല, ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ കോർണറിങ് ഒക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റിയ ട്രാക്ക് വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ വലിയ ടയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കോർണറിങ് ഒക്കെ വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് നല്ലപോലെ വണ്ടി നമുക്ക് കോർണർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ചിനെ കുറിച്ചാണ്. ക്ലച്ച് നമുക്കിപ്പോഴും സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ BS6 മോഡൽ വരുമ്പോഴെങ്കിലും ഞാൻ സ്ലിപ്പർ ക്ലച്ച് പ്രതീക്ഷിച്ച് വെച്ച്, അപ്പോഴും നമുക്ക് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടില്ല. ക്ലച്ച് ഇച്ചിരി ഹാർഡാണ് ഗായ്സ്, ഒരു ശകലം ഹാർഡായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ 6 സ്പീഡ് ഗിയർ ബോക്സാണ് നമ്മുടെ rc200-ന് KTM കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ ഒക്കെ അവിടുന്ന് ഒരു 60 അല്ലെങ്കിൽ ഒരു 70 ആകുമ്പത്തേന് നൈസായിട്ട്, ഒത്തിരി ഒന്നുമില്ല, നൈസായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ഒരു പെരുപ്പ് നമുക്ക് തോന്നും. പിന്നെ അത് ടാങ്കിന് അങ്ങോട്ട് അത് പിന്നെ ഹാൻഡിൽ ബാറിലോട്ട് എത്തും. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഇത്രയും പവർ ഡെലിവറി ചെയ്യുന്ന ആയതുകൊണ്ടായിരിക്കണം നമ്മുടെ വണ്ടിക്ക് അത്രയും അത്രയൊന്നും പറയാൻ പറ്റത്തില്ല, ഇച്ചിരി വൈബ്രേഷൻ തോന്നുന്നത്. പിന്നെ റൈഡിങ് കംഫേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റൈഡിങ് കംഫേർട്ടൊന്നും അത്ര നല്ല പോലെ ഇല്ല, എങ്കിലും നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, നമ്മളിങ്ങനെ താന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ rc200 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിഗിനർ, അതായത് ഒരു ആക്റ്റീവൊക്കെ ഓടിച്ച് നടക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ ആക്റ്റീവ് ഓടിച്ച് നടക്കുന്നവർ, അല്ലെങ്കിൽ ഒരു 19 വയസ്സ് 18 വയസ്സാകുമ്പോഴത്തേന് ലൈസൻസ് കിട്ടിയതുകൊണ്ട് നേരെ KTMൻ്റെ വണ്ടി എടുക്കുന്നത്, അതൊരു നല്ല കാര്യമല്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്ക് ഭയങ്കര ഇത് നമ്മുടെ സ്പ്ലെൻഡറിലൊക്കെ കൈ കൊടുക്കുന്നല്ലോ, കൊടുപ്പ് കൊടുത്താൽ നമ്മുടെ കൈ നിൽക്കത്തില്ല, വണ്ടി അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു ആക്റ്റീവായ നേരെ ഒരു ബൈക്ക് എടുക്കണം, ഏത് ഡ്യൂക്കാടാണ് ഞാൻ എടുക്കേണ്ടതെന്നാണ് 18 വയസ്സുള്ള ചെറുക്കൻ ലൈസൻസ് കിട്ടി അത് ആക്റ്റീവായും കൊണ്ട് നടക്കുന്നവനാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവനോട് കൂട്ടുകാർ പറയും, എടാ 390 പൊളിയാണ് നീ പോയി എടുക്കും. പിന്നെ അവനെ നമുക്ക് വല്ല റോഡിൻ്റെ വക്കേന്ന് എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ആ പയ്യനോട് പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യേണ്ടത്. എടാ നീ ആദ്യം ഒരു 150cc വണ്ടി ഓടിച്ചൊന്ന് സെറ്റാകും, അത് കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടിയൊക്കെ ഓടിച്ച് നിന്ന് സെറ്റാകും, എന്നിട്ട് നീ നേരെ അവത്തേലോട്ട് കയറും. അങ്ങനെയാണ് നിങ്ങൾ പറയാൻ, അല്ലാതെ പോയി നേരെ അവനെ കൊണ്ട് വളരെ വലിയ വണ്ടി അതങ്ങ് എടുത്ത് കൊടുക്കുക ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി, കാരണം എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് തന്നെ എനിക്കിപ്പോൾ തോന്നി, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത്രയും വലിയ വണ്ടിയൊക്കെ അവന് കൊടുക്കുന്നത് ശരിയല്ല.
ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ വണ്ടിയുടെ കാര്യത്തിൽ വിട്ടുപോയതല്ല. നമ്മളിനി വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 10,000 RPM നമുക്ക് നമ്മുടെ RC200 പ്രൊവൈഡ് ചെയ്യുന്ന 24.5 BHP പവറാണ് നമുക്ക് RC പറഞ്ഞത്. ഇനി ടോർക്ക് ഒത്തിരി കുറവൊന്നുമില്ല ഗൈസ്, നമുക്ക് 9.5 Nm ടോർക്ക് നമുക്ക് നമ്മുടെ RC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ KTMൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഹീറ്റിങ്. അപ്പം നമ്മുടെ ഈ നമ്മുടെ BS4 വണ്ടി വരെ ആ ഹീറ്റിങ് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എക്സോസ്റ്റ് കാര്യങ്ങൾ അത് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ BS6 വരുമ്പോഴാണ്. അപ്പോഴത്തേന് ആ ഹീറ്റിങ് ഇനിയുള്ള നമ്മുടെ RCക്ക് ഹീറ്റിങ് ഇച്ചിരി കുറവായിരിക്കും. നമ്മുടെ കാലയിലോട്ടൊക്കെ അടിക്കുന്നതൊക്കെ കുറവായിരിക്കും ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളാരെങ്കിലും RC എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നേരെ കൂട്ടുകാർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ റിവ്യൂ കേട്ടോ നിങ്ങൾ പോയി വണ്ടി എടുക്കണ്ട. നിങ്ങൾ പോയെന്ന് ഷോറൂമിൽ ചെല്ലുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടി, അതായത് നിങ്ങളുടെ RC ആണെങ്കിൽ ആ RC നിന്ന് ടെസ്റ്റ് റൈഡ് അടിക്കുക. കുറഞ്ഞ ഒരു 4 കിലോമീറ്റർ മേളിലെങ്കിലും നിങ്ങളുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാരണം എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ എന്താ വണ്ടിക്ക് നമുക്ക് സൂട്ടാകുന്ന വണ്ടിയാണോ എന്ന്. അപ്പം ബാക്ക് പെയിനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ വണ്ടി എടുക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർക്കൊക്കെ നല്ലപോലെ ബാക്ക് പെയിൻ കൂടാനുള്ള കാരണം നമ്മുടെ ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ നിങ്ങൾക്ക് ബാക്കി മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വണ്ടിയുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 138 കിലോ ആണ്. അപ്പോൾ വെയിറ്റും കാര്യങ്ങളും വളരെ കുറച്ചാണ് നമുക്ക് വണ്ടി KTM ഇറക്കി തന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 178 mm ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം നിങ്ങൾ തന്നെ കാണുക, നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയാണ് വണ്ടിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വലിയ അടി തട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. മൊത്തം വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് 1340 വണ്ടിയുടെ വീൽ ബേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് മീറ്ററിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പം മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മീറ്റർ ഓൺ ആകണമെങ്കിൽ നമുക്ക് കിൽ സ്വിച്ച് ഓൺ ആക്കണം. അപ്പം ആദ്യം നമുക്ക് ഇൻഡിക്കേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, മണ്ടയിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷൻ, പിന്നെ എഞ്ചിൻ്റെ ഒരു സിമ്പിൾ കാണിച്ച ഒരു ഇൻഡിക്കേഷൻ, പിന്നെ നമ്മുടെ ഇവിടെ RPM ലിമിറ്റ്, പിന്നെ ഇവിടെ ന്യൂട്രൽ, ഈ സൈഡ് നമ്മുടെ ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പിന്നെയുള്ള കാര്യം നമ്മുടെ മണ്ടയിലായിട്ട് RPM, പിന്നെ സ്പീഡോ മീറ്റർ, പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ വണ്ടിയുടെ ഹീറ്റിങ്, ഈ സൈഡിൽ പെട്രോൾ. നമുക്ക് സ്വിച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പൾസറിൻ്റെയൊക്കെ പോലെ തന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അത് മണ്ടയിലായിട്ട് പാസ് ലൈറ്റ്, പിന്നെ അതിൻ്റെ മണ്ട ഡിമ്മും ബ്രൈറ്റും, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ, പിന്നെ ഹോണ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി എൻജിൻ ഓൺ ഓഫ്, പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സ്വിച്ച്. നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.